CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. മഹാമാരിക്കാലത്ത് പോലും സമൂഹത്തിനായി നിലകൊണ്ട കേരള വിഷന്റെ പ്രാധാന്യം വലുതാണെന്ന് ചാലക്കുടി MP ബെന്നി ബെഹനാൻ പുഴയ്ക്കൽ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന സംരംഭക കൺവെൻഷൻ ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. പഴുന്നാനയിൽ നിന്നും കുന്നംകുളം എക്സൈസ് സംഘം വാഷ് പിടികൂടി. പറപ്പൂക്കാവ് ക്ഷേത്രത്തിന് പടിഞ്ഞാറു ഭാഗത്തെ 1000 കുളം പാടത്ത് സൂക്ഷിച്ചിരുന്ന 160 ലിറ്റർ വാഷാണ് എക്സൈസ് സംഘം പിടികൂടിയത്. കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ നടന്നു വന്നിരുന്ന തൃശൂർ സഹോദയ CBSE വിദ്യാലയങ്ങളുടെ അത്ലറ്റിക് മീറ്റ് സമാപിച്ചു. ആദ്യ ദിനം മുതൽ പോയിന്റ് നിലയിൽ തുടർന്ന മേധാവിത്വത്തോടെ എരവിമംഗലം BVB വിദ്യാമന്ദിർ ഓവറോൾ കിരീടം നേടി. കാപ്പ നിയമപ്രകാരം ചക്കംകണ്ടം സ്വദേശിയെ നാടുകടത്തി. രാമൻകുളങ്ങര ക്ഷേത്രത്തിനു സമീപം താമസിക്കുന്ന കരുമത്തിൽ ദീപകിനെയാണ് 1 വർഷത്തേക്ക് കാപ്പ ചുമത്തി നാടുകടത്തിയത്. ചാവക്കാട് പുതിയ പാലത്തിനു മുകളിൽ രൂപപ്പെട്ട വലിയ കുഴി അപകട ഭീഷണിയാകുന്നു. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ കുഴിയടച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രമുഖ സിനിമ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഖാദർ കൊച്ചന്നൂരിനും അനുഷ്ഠാന കലാകാരൻ കുഞ്ഞുമോൻ തെക്കേക്കാടിനും പൊന്നിയൂർക്കുളം യുവകലാസാഹിതിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരമൊരുക്കുന്നു. സെപ്റ്റംബർ 13 വെള്ളിയാഴ്ച രാവിലെ 11 നടക്കുന്ന ചടങ്ങ് സംഘടന സംസ്ഥാന രക്ഷാധികാരി EM സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ ദേവസ്വം ജീവനക്കാരനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൻപള്ളി ഗ്രാമീൺ റോഡിൽ ജയ നിവാസിൽ ജയകൃഷ്ണനാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ചൂണ്ടൽ പഞ്ചായത്തിലെ 16-ാം വാർഡ് തായങ്കാവിൽ യുവകർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ CITU കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3ാം ഘട്ട മത്സ്യവിൽപ്പന നടത്തി. പുന്നയൂർ അകലാട് ലിഗോളാസ് ചാരിറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനവും പുരസ്കാര വിതരണവും നടത്തി. വില്ലന്നൂർ കാരുകുളം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വയനാടിന് കൈത്താങ്ങാവാൻ സോപ്പ് ചലഞ്ചുമായി മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ. മാറഞ്ചേരി പഞ്ചായത്ത് തല കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരമുക്ക് PNUP സ്കൂളിൽ ചേർന്ന സ്വാഗത സംഘം യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. CPM 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ ഭാഗമായി ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ബ്രഹ്മകുളം ബ്രാഞ്ചിൽ വഴിയോര ചിത്രരചന സംഘടിപ്പിച്ചു. കേറ്ററിംഗ് സർവീസുമായി കുടുംബശ്രീ പ്രവർത്തകർ. കണ്ണാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സ്മാർട്ട് കിച്ചൺ കേറ്ററിംഗ് സർവീസ് ആരംഭിച്ചു. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷവും ഗണേശ സംഗീതോത്സവവും സെപ്റ്റംബർ 6, 7 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കടപ്പുറം പഞ്ചായത്തിൽ പണി കഴിഞ്ഞ സൈക്ലോൺ ഷെൽട്ടർ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും തുറന്നുകൊടുക്കണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C മുസ്താഖലി. സംസ്ഥാന സർക്കാരിന്റെ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി പോഷകത്തോട്ട വാരാചരണം കടങ്ങോട് കൃഷിഭവനിൽ നടന്നു. ചങ്ങരംകുളം ഒതളൂർ സ്വദേശിയായ യുവാവിനെ കോക്കൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അണിയാറം കുന്നത്ത് ഷംസുദ്ദീനാണ് മരിച്ചത്. കോക്കൂരിലുള്ള സുഹൃത്ത് വിഷ്ണുവിന്റെ വീട്ടിലാണ് ഷംസുദ്ദീനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാഷണൽ ആയുഷ് മിഷൻ, ഭാരതീയ ചികിത്സാ വകുപ്പ്, ഹോമിയോപ്പതി വകുപ്പ്, വടക്കേകാട് ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വെള്ളാറ്റഞ്ഞൂർ പരിശുദ്ധ ഫാത്തിമ മാതാവിന്റെ ദേവാലയത്തിൽ ഒക്ടോബറിൽ നടക്കുന്ന ഊട്ടുതിരുനാളിന്റെ ഭാഗമായി തിരുനാൾ കമ്മിറ്റി ഓഫീസ് വികാരി ഫാദർ സൈമൺ തേർമഠം ആശീർവദിച്ച് ഉദ്ഘാടനം ചെയ്തു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.